മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതിയുടെ മൊഴി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വെള്ളാങ്ങല്ലൂരിൽ ഭർതൃപീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കി. കാരുമാത്ര സ്വദേശി നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് മരിച്ചത്. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലെ ക്രമക്കേട്. സെക്രട്ടറി ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനും തുക സെക്രട്ടറിയിൽ നിന്നും ഈടാക്കാനും ഭരണസമിതി തീരുമാനം. കലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത 6-ാം കല്ലിൽ കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. അകമലയിൽ കടുവയെ കണ്ടെന്ന അഭ്യൂഹം. വനം വകുപ്പ് സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. നമസ്കാരം. വാർത്തകൾ വിശദമായി. മുളയം കുട്ടാലയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. മുളയം സ്വദേശി മുത്തേടത്ത് സുന്ദരനെയാണ് കൊലപ്പെടുത്തിയത്. മൃതദേഹം ചാക്കിലാക്കി വിജനമായ പറമ്പിൽ ഉപേക്ഷിച്ചത്. കൊലപാതകത്തിന് ശേഷം മുങ്ങിയ പ്രതി സുമേഷിനെ പുത്തൂരിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടിയത്. കഴുത്തിലെ സ്വർണമാലയ്ക്ക് നിരന്തരം പിതാവിനോട് പണം ചോദിച്ച് സുമേഷ് തർക്കത്തിലേർപ്പെട്ടിരുന്നു. ഇന്നലെ സുന്ദരനുമായി തർക്കമുണ്ടാവുകയും മാല ആവശ്യപ്പെടുകയും ചെയ്തു. മാല നൽകാത്തതായതോടെയാണ് പട്ടിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. പ്രതിയുടെ കുറ്റസമ്മതം. പിന്നീട് കൈയും കാലും കെട്ടി ചാക്കിലാക്കി പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മാല പണയം വെച്ചതായും പോലീസിന് സുമേഷ് മൊഴി നൽകി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കരൂപ്പടന്ന നെടുങ്ങാണത്ത് ഭർതൃപീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കി. തൃശൂർ വെള്ളാങ്ങല്ലൂർ കാരുമാത്ര സ്വദേശി നൌഫലിന്റെ ഭാര്യ 23 വയസ്സുള്ള ഫസീലയെയാണ് ഭർതൃവീട്ടിൽ ചൊവ്വാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 10 മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയാണ് ഫസീല. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർതൃമാതാവ് ഉപദ്രവിച്ചുവെന്നും യുവതിയുടെ വാട്സ്ആപ്പ് ചാറ്റ് സന്ദേശവും പുറത്തുവന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെയും മകളാണ് ഫസീല. 17 മാസം മുമ്പാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. കർഷകർക്ക് നൽകാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി PA ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനും ജിജേഷ് തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്ന് ഈടാക്കാനും ഉള്ള നിയമ നടപടി സ്വീകരിക്കാനും ക്ഷീരസംഘം ഭരണസമിതി യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് PC അബാൽമണി അറിയിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. സൊസൈറ്റിയിൽ പാൽ അളക്കുന്ന കർഷകർക്ക് നൽകേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് സെക്രട്ടറി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിമറി നടത്തിയത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചിരുന്നു. കലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞ് അപകടം. കാർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെങ്ങാലൂർ സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ അജിത് സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അജിത്തിനെ പുറത്തെത്തിച്ചു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയായിരുന്നു. ക്രെയിൻ എത്തിച്ചാണ് കാർ പുറത്തെടുത്തത്. മണ്ണുത്തി ദേശീയപാത 6-ാം കല്ലിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനടയാത്രക്കാരൻ കാറിടിച്ചു മരിച്ചു. മുളയത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി മേലക്കുള വീട്ടിൽ 49 വയസ്സുള്ള ഷാജികുമാറാണ് മരിച്ചത്. പാലക്കാട് ദിശയിലേക്ക് പോകുന്ന കാറാണ് ഇടിച്ചത്. അപകടത്തെ തുടർന്ന് വാഹനം നിർത്താതെ പോയി. മണ്ണുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അകമലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ട സ്ഥലത്തെ നിരീക്ഷണ ക്യാമറകൾ വനം വകുപ്പ് പരിശോധിച്ചു. കടുവയുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറകളിൽ കണ്ടെത്താനായില്ല. എന്നാൽ 2 ദിവസവും ക്യാമറയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തി. അകമല വെള്ളാംകുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ പറമ്പിലാണ് 2 ദിവസം മുൻപ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. തുടർന്ന് ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ ക്യാമറ സ്ഥാപിച്ചതിനു ശേഷം കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടില്ലെന്ന് വനം വകുപ്പ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് വിനോദ് പറഞ്ഞു. നിരവധി കേസുകളിലെ പ്രതിയെ 2ാം തവണയും കാപ്പ ചുമത്തി തടങ്കലിലാക്കി. അഞ്ചേരിച്ചിറ സ്വദേശി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ വിജേഷിനെയാണ് തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റ് കരുതൽ തടങ്കിലാക്കി. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വധശ്രമം, വാഹനമോഷണം, കവർച്ച തുടങ്ങി 10ഓളം കേസുകളിൽ പ്രതിയാണ് വിജേഷ്. മണലൂർ നിയോജക മണ്ഡലത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ നൽകുന്നതിനായുള്ള പട്ടയമേള വാടാനപ്പള്ളിയിൽ നടന്നു.
പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. MLA മുരളി പെരുന്നലി അധ്യക്ഷത വഹിച്ചു. ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യരെ സഹായിക്കുന്നതാകണമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, KK ശശിധരൻ, ലതി വേണുഗോപാൽ, ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PM അഹമ്മദ്, ബെന്നി ആന്റണി, AV വല്ലഭൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതുവരെ 586 ക്രയ സർട്ടിഫിക്കറ്റുകൾ പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. 586 ക്രയ സർട്ടിഫിക്കറ്റുകൾ ലാൻഡ് ട്രിബ്യൂണലിലൂടെ വിതരണം ചെയ്ത മണലൂർ നിയോജക മണ്ഡലം. പാലക്കാട് പടിഞ്ഞാറുപുരയിൽ നാണുകുട്ടൻ, അടുത്തപുരയിൽ രാഘവൻ, ഭാര്യ ലീല. തൃശൂർ കുറ്റിപ്പുറം പാത സഞ്ചാരയോഗ്യമാക്കി ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP അടാട്ട് പഞ്ചായത്ത് കമ്മിറ്റി പുഴയ്ക്കലിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. BJP അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് അടാട്ട് അധ്യക്ഷത വഹിച്ചു. UG അഭിലാഷ്, വിജീഷ് ഭാസ്കരൻ, KS വിശ്വംഭരൻ, PV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു മെയിൻ റോഡ് പ്രയാസം പരിഹരിക്കുക, അതിന്റെ ബൈറോഡുകൾക്ക് കൊളങ്ങാട്ടയുടെ പാലം ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കൊളങ്ങാട്ടയുടെ പാലം കൃത്യമായിട്ട് എന്ത് തെറ്റാണ് നിങ്ങൾ ജനങ്ങളോട് ചെയ്യുന്നത്. അതും കൊണ്ട് പൊളിച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടി അവർ 4 കല്ലും വിളയാടി നടക്കുമ്പോ ഇവർ അനുഭവിക്കുന്ന യാതനകൾ അതാണ് ഇവിടെ. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വവും ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം സംസാരിക്കേണ്ടതും കോൺട്രാക്ടർമാരുമായിട്ട് വിഷയങ്ങൾ ഗൗരവം. കന്യാസ്ത്രീകളെ ജയിലിലടച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മമ്മിയൂർ കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KP ഉദയൻ, PV ബദറുദ്ദീൻ, KV സത്താർ, ബാലൻ വാരനാട്ട്, MS ശിവദാസ്, KM ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ആശുപത്രി ജീവനക്കാർ ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. KV വിനോദ് അധ്യക്ഷത വഹിച്ചു. സേതു തിരുവെങ്കിടം, KF ഡേവിസ്, ജെയിംസ് റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. അടിയന്തരമായി നടപ്പാക്കുവാൻ, അതുപോലെ തന്നെ അവർക്ക് ESI പരിധി കഴിഞ്ഞു. ESIയുടെ പരിധിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചികിത്സാ ജീവനക്കാർക്ക് അസുഖമുണ്ടായി കഴിഞ്ഞാൽ ESIയുടെ പല മാനേജ്മെന്റുകളും അതിനാട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കാതെ അവർക്കെതിരെ ബുദ്ധിമുട്ടി ജീവിക്കട്ടെ എന്നാണ് അവർ പല മാനേജ്മെന്റുകളും പറയുന്നത്. മനുഷ്യപരമായ സമീപനം സ്വീകരിക്കാത്ത ചില ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ അവരെ കൂച്ചുവിലങ്ങുവാനുള്ള നടപടികൾ ഉണ്ടാകണം. അത്തരത്തിലുള്ള സമീപനം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം. ഭരണ പ്രതിപക്ഷ പോരിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൌൺസിൽ യോഗ സ്തംഭനം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പൂർണ്ണതോതിൽ കൌൺസിൽ യോഗം നടക്കാറില്ല. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം യോഗം തടസ്സപ്പെടുത്തുന്നതും അജണ്ടകൾ ചർച്ച കൂടാതെ പാസാക്കി ഭരണപക്ഷം ഇറങ്ങിപ്പോകുന്നതും പതിവായിരിക്കുകയാണ്. നഗരവികസനവുമായി ബന്ധപ്പെട്ട 100 കണക്കിന് വിഷയങ്ങളാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. നഗരസഭാ റിവിഷൻ ഫണ്ട് വകയിരുത്തുന്നതിൽ പ്രതിപക്ഷ വാർഡുകളോട് വിവേചനം പുലർത്തുന്നുവെന്നാരോപിച്ചാണ് BJP കൌൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തിവരുന്നത്. അജണ്ടകൾ മാറ്റിവെച്ച് പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണ് BJPയുടെ ആവശ്യം. എന്നാൽ അജണ്ടകൾ പൂർത്തിയായ ശേഷം ചർച്ചയാകാമെന്ന നിലപാടാണ് ഭരണപക്ഷമായ LDF സ്വീകരിക്കുന്നത്. എന്നാൽ വിവാദ വിഷയം ചർച്ച ചെയ്യാൻ ഇരുപക്ഷവും തയ്യാറാകുന്നില്ലെന്നതാണ് വാസ്തവം. യോഗങ്ങൾ ബഹളത്തിൽ കലാശിക്കുമ്പോൾ നഗരസഭാ കൌൺസിലിന്റെ ഉത്തരവാദിത്തം എന്തെന്നത് ഭരണപ്രതിപക്ഷങ്ങൾ മറന്നുപോകുകയാണ്. റിവിഷൻ ഫണ്ടിലുള്ള വിവേചനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കൊടുക്കാത്തൊരു വിവേചനമുണ്ട്. അപ്പൊ ആ വിഷയം ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് 14 ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു കോലാഹലവും തല്ലും കുത്തുമ്പകളോ ഒച്ചപ്പാടുമ്പകളോ ഒക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞത് ആ വിഷയം ഉണ്ടായി. 14 ദിവസം കഴിഞ്ഞിട്ടാണ്
ഇന്നലെ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ വീണ്ടും കൂടുന്നത്. ഈ 14 ദിവസം ഉണ്ടായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണ കക്ഷിയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെയും കക്ഷി നേതാക്കളെയും വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ അവർക്ക് ഭരണപക്ഷത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും. മേലിൽ ആവർത്തിക്കില്ലെന്ന് അടുത്ത തവണ വരുമ്പോൾ തരാമെന്നോ എല്ലാം പറഞ്ഞ പ്രശ്നം അവസാനിപ്പിച്ചിട്ടായിരിക്കണമായിരുന്നു ഇന്നലെ കൗൺസിൽ തുടങ്ങണ്ട. 2 ആഴ്ച മുൻപ് നഗരസഭാ യോഗത്തിലുണ്ടായ പ്രതിഷേധം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. നിലവിലുള്ള നഗരസഭാ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ സുഗമമായ കൗൺസിൽ യോഗങ്ങൾ അപൂർവമാണ്. പ്രതിഷേധമാണ് പ്രതിപക്ഷ ധർമ്മമെന്ന് കരുതുന്ന BJPയും പ്രതിപക്ഷ വിരുദ്ധത മുഖമുദ്രയാക്കിയ LDFും വികസനത്തെ തകിടം മറിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണ്. കോൺഗ്രസിന് ഏക കൗൺസിലറായതിനാൽ ഗാലറിയിലിരുന്ന് കളി കാണുക മാത്രമേ നിവർത്തിയുള്ളൂ. രാഷ്ട്രീയം മാത്രം മുൻനിർത്തി കൗൺസിലർമാർ പോരടിക്കുമ്പോൾ പരാജയപ്പെടുന്നത് നാട്ടുകാരാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഡ്യൂട്ടി റെസ്റ്റ് പുനഃസ്ഥാപിക്കുക, പ്രമോഷൻ നടപടികൾ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് VV ഷിജു അധ്യക്ഷത വഹിച്ചു. രംജീഷ്, PR അരുൺ, S അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഭരണകൂടത്തിന്റെ കൃത്യമായ ബാധ്യത സമരം തന്നെ ചെയ്യേണ്ടതുണ്ട്. ആ കാര്യത്തിൽ എല്ലാവിധ പ്രവർത്തനങ്ങളിലേക്കും ഞാനും ഉണ്ട്. ആ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം. ചന്ദ്ര സ്കൂളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കൊടുത്ത സമയത്ത് അയാളും അത്തരത്തിലുള്ള ഒരു നിലപാട്. ബസ് യാത്രക്കാരായ വിദ്യാർത്ഥികൾ നേരിടുന്ന യാത്രാ ദുരിതത്തെക്കുറിച്ച് ജില്ലാ കളക്ടർക്ക് തിരക്കഥാകൃത്ത് PS റഫീഖിന്റെ സങ്കട ഹർജി. തൃശൂരിലെ കോളേജിൽ പഠിക്കുന്ന തന്റെ മകൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ യാത്രാ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് റഫീഖ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് തുറന്ന കത്തെഴുതിയത്. പല സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗജന്യം നൽകാൻ തയ്യാറാകുന്നില്ലെന്നും കൺസെഷന്റെ പേരിൽ ബസ് ജീവനക്കാരിൽ ചിലർ കുട്ടികളോട് അപമര്യാദയായി പെരുമാറുകയാണെന്നും PS റഫീഖ് കത്തിൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ കളക്ടറുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടെയാണ് കത്ത് അവസാനിക്കുന്നത്. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ ഉൾപ്പെടെ യാത്രക്കാരായ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അവഹേളനത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് PS റഫീഖ് തന്റെ കത്തിലൂടെ വിവരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. UDF ചെയർമാൻ NA സാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, നഗരസഭാ പാർലമെന്ററി പാർട്ടി ചെയർമാൻ SAA ആസാദ്, MH ഷാനവാസ്, ജെയ്സൺ മാത്യു എന്നിവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്പെഷ്യൽ ചേംബർ ഷോപ്പേഴ്സ് കാരവാൻ പ്രദർശന വിപണനമേള ഓഗസ്റ്റ് 2-3 തീയതികളിൽ തൃശൂരിൽ സംഘടിപ്പിക്കും. തൃശൂർ കാസിനോ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിപണനമേളയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 2 രാവിലെ 9 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിക്കും. വിപണനമേളയ്ക്ക് മുന്നോടിയായി ഓഗസ്റ്റ് 1 ചേംബർ ഓഫീസിന് മുന്നിൽ നിന്നും സ്വരാജ് റൗണ്ട് ചുറ്റി വിളംബര ജാഥയും സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10 മുതൽ രാത്രി 9 വരെ നടത്തുന്ന മേളയിൽ പ്രവേശനം സൗജന്യമായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് വിമൻസ് വിംഗ് പ്രസിഡന്റ് ഡോക്ടർ കനക പ്രതാപ്, വൈസ് പ്രസിഡന്റ് റൂബി ജോൺ, സെക്രട്ടറി മൃദു നിക്സൺ, ജോയിന്റ് സെക്രട്ടറി സബീന മുസ്തഫ, ട്രഷറർ മായ S പരമശിവം എന്നിവർ പങ്കെടുത്തു. അമല RHTS വെള്ളാറ്റഞ്ഞൂരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൗഹൃദം കൂട്ടായ്മയുടെ അക്ഷരക്കൂട്ട് ലൈബ്രറിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി അധ്യക്ഷനായി. വെള്ളാറ്റഞ്ഞൂർ ചെറുപുഷ്പാലയം കോൺവെന്റിലാണ് ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. ഗ്രന്ഥശാലയ്ക്കുള്ള ഭൂരിഭാഗം പുസ്തകങ്ങളും സംഭാവനയിലൂടെയാണ് സ്വരൂപിച്ചത്. ഹെൽത്ത് സെന്റർ ഇൻചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CM ശ്രുതി, സൗഹൃദം കൂട്ടായ്മ പ്രസിഡന്റ് ശങ്കരൻകുട്ടി, MGS നായർ, ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു.
പുതുക്കി പണിയുന്ന തോന്നല്ലൂർ 84 നമ്പർ അംഗനവാടിയുടെ ശിലാസ്ഥാപനം MLA AC മൊയ്തീൻ നിർവഹിച്ചു. 17 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷേർലി ദിലീപ് കുമാർ, CF ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. വർഷങ്ങളായി എരുമപ്പെട്ടിയിൽ വാടക കെട്ടിടത്തിലാണ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്തു തന്നെയുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് സൗജന്യമായി നൽകിയ 7 സെന്റ് സ്ഥലത്താണ് 2 നിലകളോട് കൂടിയ രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വകുപ്പ് ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് അംഗങ്ങളായ റീന വർഗീസ്, സതി മണികണ്ഠൻ, സബ് രജിസ്ട്രാർ ദീപക് പോൾ, ആധാരം എഴുത്തുകാരുടെ പ്രതിനിധി ഫിൻഡോ ഫ്രാൻസിസ്, ജോസ് ചുണ്ടൽ തുടങ്ങിയവർ സന്നിധരായിരുന്നു. തൃപ്രയാർ ടെമ്പിൾ സിറ്റി ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 1 വൈകിട്ട് നടക്കും. ലയൺസ് ക്ലബ് ജില്ലാ ഭാരവാഹികളായ ടോണി ഏനോക്കാരൻ, സുരേഷ് K വാര്യർ, KM അഷ്റഫ് എന്നിവർ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഷാജി ചാലിശ്ശേരി, സൂരജ് വേളയിൽ, RS സക്കറിയ, ജോസ് താടിക്കാരൻ, ബാബു കുന്നങ്ങൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിലൂടെ ദേവരാഗമായി ചമയവും ചാമരവുമില്ലാത്ത അമരക്കാരനായി ഭരതന്റെ ഓർമ്മകൾക്ക് 24 വയസ്സ്. തൃശൂർ ഏങ്കേക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് സിനിമയുടെ ക്യാൻവാസിലേക്ക് പറന്നുയർന്ന അതുല്യ പ്രതിഭ. ചിത്രകലാപഠനത്തിന് ശേഷം അമ്മാവൻ PN മേനോന്റെ കൈപിടിച്ച് ചലച്ചിത്ര ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ച ഭരതൻ 1972 പുറത്തിറങ്ങിയ ചെമ്പരത്തി എന്ന സിനിമയുടെ കലാസംവിധായകനായി. പിന്നീട് 1975 പത്മരാജന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ പ്രയാണം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. ഈ ചിത്രം അദ്ദേഹത്തിനെ ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കി. ഒരിക്കലും മായാത്ത ഭരതൻ മാജിക്കാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. എന്നെ പേടിച്ച് അച്ഛൻ കാവലി കിടക്കാൻ തുടങ്ങിയത് നന്നായി. പാതിരായ്ക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങായിപ്പോ കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ. പച്ചയായ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളാണ് ഓരോ ഭരതൻ ചിത്രങ്ങളും. നാട്ടിടവഴികളിൽ നാം കണ്ടുമറന്ന ചമയങ്ങളില്ലാത്ത ചിരപരിചിതരായ മനുഷ്യരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ക്യാൻവാസാക്കി അദ്ദേഹം തിരശീലയെ മാറ്റി. ആരവം, ലോറി, തകര, വെങ്കലം, പാളങ്ങൾ തുടങ്ങി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വേറിട്ട മനുഷ്യരെ കഥാപാത്രങ്ങളാക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. ലോക ക്ലാസിക്കുകളോട് കിടപിടിക്കുന്ന ദൃശ്യഭംഗിയാണ് ഭരതൻ ചിത്രങ്ങളുടെ മറ്റൊരു മാജിക്. വൈശാലി, താഴ്വാരം എന്നീ ചിത്രങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. മലയാളത്തിലും തമിഴിലുമായി 40ഓളം സിനിമകൾ സംവിധാനം ചെയ്ത ഭരതന്റെ സിനിമകൾ സമാന്തര സിനിമകളുടെ നിറക്കൂട്ടുകളായിരുന്നു. വീണ്ടും കേൾക്കാനും മൂളാനും കൊതിക്കുന്ന ഗാനങ്ങളായിരുന്നു ഭരതൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. ില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം മറഞ്ഞുവെങ്കിലും 80കളെ മലയാള സിനിമയുടെ കാൽപ്പനിക കാലഘട്ടമാക്കിയ ഭരതൻ ടച്ച് എന്നും മലയാളികളുടെ മനസ്സിൽ മായാ. ന്യൂസ് ഡെസ്ക് TCV. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് മോക്ക് ഡ്രിൽ നടന്നു. ഹെഡ് മിസ്ട്രസ് ഷേർലി ആന്റണി, കോർഡിനേറ്റേഴ്സ് ജൂനി റിയ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
തൃശൂർ പഴുവിൽ അസീസിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓർഗാനിക് എക്സ്പോയുടെ ഭാഗമായി നടന്ന സെമിനാറിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. അസീസിയ ഗ്രൂപ്പ് ചെയർമാൻ PM അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അസീസിയ ഗ്രൂപ്പ് ഡയറക്ടർ സിയാദ് അബ്ദുൾ അസീസ്, നൌഫർ അലി, ഇസ്മായിൽ, CK സെൽവൻ, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി, K രാമചന്ദ്രൻ, വാർ സംഘം ഷിമ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഇല്ലം നിറ ആഘോഷിച്ചു. കഴിഞ്ഞ ദിവസം കോട്ടിലാക്കൽ പറമ്പിൽ നിന്നും കൊയ്തെടുത്ത നെൽക്കറ്റകൾ ക്ഷേത്രം കിഴക്കേ നടയിൽ ആൽത്തറയിൽ എത്തിച്ചിരുന്നു. പിന്നീട് നെൽക്കറ്റകൾ കിഴക്കേ നടയിൽ പടിയിൽ എത്തിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി നഗരമണ്ണ ത്രിവിക്രമൻ നമ്പൂതിരി നെൽക്കറ്റകൾ നാദസ്വരത്തിന്റെ അകമടിയോടെ തലച്ചുമടായി ആദ്യ പ്രദക്ഷിണം പൂർത്തീകരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. പൂജകൾക്ക് ശേഷം ക്ഷേത്ര ചുറ്റമ്പലത്തിലെ വിവിധ സ്ഥലങ്ങളിലും കൂത്തമ്പലത്തിലും കോട്ടിലാക്കൽ പറമ്പിലെ ദേവസ്വം ഓഫീസിലും നെൽക്കതിരുകൾ സ്ഥാപിച്ചു. തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂർ ALPA സ്കൂളിൽ കുട്ടികൾ കർക്കിടക പത്തിലത്തോരൻ തയ്യാറാക്കി. ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ഈ വേറിട്ട പ്രവർത്തനം വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത്. പത്തിലത്തോരൻ തയ്യാറാക്കാനുള്ള വിവിധയിനം ഇലകൾ വിദ്യാർത്ഥികൾ തന്നെയാണ് ശേഖരിച്ച് വിദ്യാലയത്തിലെത്തിച്ചത്. പ്രധാനാധ്യാപിക PM ജിൻസ, PTA പ്രസിഡന്റ് KJ ജയരാജ്, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ്, MM ഗോവിന്ദ്, TR കൃഷ്ണപ്രിയ, CG അനൂപ് എന്നിവർ നേതൃത്വം നൽകി. ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നിറപ്പുത്തിരി ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി ജയചന്ദ്രൻ എമ്പ്രാന്തിരി ചടങ്ങുകൾക്ക് കാർമ്മികനായി. ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് വെള്ളൂത്താർ ശിവശങ്കരൻ, ജനറൽ സെക്രട്ടറി കക്കാട് ഗോവിന്ദൻകുട്ടി, കോർഡിനേറ്റർ വിജയൻ കുറുപ്പ്, ട്രഷറർ പട്ടിപ്പറമ്പിൽ ശിവരാമൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ ക്യാമ്പയിൻ നടത്തി. കരുമത്ര വടക്കേക്കര വാർഡിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത മുഴുവൻ പേർക്കും വോട്ടവകാശം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സൗജന്യമായി വോട്ടർ ക്യാമ്പയിൻ നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി PJ രാജു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട്, മഹാത്മാ സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട്, ഭാരവാഹികളായ ജെയിംസ് കുണ്ടുംകുളം, MM ബഷീർ, ജസ്റ്റിൻ പാണേങ്ങാടൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ആനാപ്പുഴ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങ് നടന്നു. മേൽശാന്തി യയാദി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് PB മുരളി മോഹനൻ, സെക്രട്ടറി TR ഉണ്ണികൃഷ്ണൻ, കമ്മിറ്റി അംഗങ്ങളായ PA ദേവദാസ്, PV സന്തോഷ് കുമാർ, PS ബാബു, UK സന്തോഷ്, UH രാജീവ് ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറക്കോട്ടുകാവിൽ ഇല്ലം നിറ ക്ഷേത്രം മേൽശാന്തി സുഭാഷിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. ക്ഷേത്രം ജൂനിയർ ഓഫീസർ N സുമ, ഉപദേശക സമിതി പ്രസിഡന്റ് മുരളീധരൻ, സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് രവി, ജോയിന്റ് സെക്രട്ടറി ഷീല പണിക്കർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. മരുത്തേരി അനിൽ നമ്പൂതിരി, മുണ്ടക്കൽ വാമനൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊളത്തൂർ കൊളത്തൂക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറയ്ക്ക് മേൽശാന്തി നടുവത്തുമന നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കർക്കിടക മാസത്തിലെ അത്തം നക്ഷത്രത്തിൽ നടത്തിയ ക്ഷേത്രം കഴകം രവി തമ്പീശൻ, ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, സെക്രട്ടറി അരുൺകുമാർ, ആധ്യാത്മിക ആചാര്യൻ പുരാണശ്രീ കൊളത്തൂർ പുരുഷോത്തമൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. മുളയം
കൂട്ടാലയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതിയുടെ മൊഴി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വെള്ളാങ്ങല്ലൂരിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കി. കാരുമാത്ര സ്വദേശി നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് മരിച്ചത്. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിലെ ക്രമക്കേട്. സെക്രട്ടറി ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനും തുക സെക്രട്ടറിയിൽ നിന്നും ഈടാക്കാനും ഭരണസമിതി തീരുമാനം. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞ് അപകടം. കാർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത 6-ാം കല്ലിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. അകമലയിൽ കടുവയെ കണ്ടെന്ന അഭ്യൂഹം. വനം വകുപ്പ് സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറകളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനാവില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.